കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മഹായോഗത്തിന് ക്രമീകരണം ചെയ്തു. പല അസൗകര്യങ്ങൾക്ക് മുൻപിൽ കണ്ടു. മഴയുടെ പ്രയാസം ആദ്യത്തെ ദിവസം അല്പം കാണുകയുണ്ടായി. അതിനുവേണ്ടി ദൈവത്തിനും പ്രാർത്ഥിച്ചു. അത് മാറ്റിത്തന്നു. ഈ 4 ദിവസവും പ്രകൃതി അനുകൂലമായിട്ട് തന്നു. അനേക ദൈവമക്കൾ സഭാവ്യത്യാസം കൂടാതെ കടന്നു വന്നു സഹകരിച്ചു. വചനം കേട്ടു. 3 കത്തുദാസന്മാർ വചന ശുശ്രൂഷ ചെയ്ത് അവർ മടങ്ങിപ്പോയി. ഇന്ന് നമ്മോട് വചനം അറിയിക്കുന്നതിന് കത്തുദാസൻ ജോൺ കുര്യൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് ഞാൻ പിന്നെ പറഞ്ഞോളൂ. നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നത്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. നാം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമല്ലി ജീവിക്കുന്ന ഒരു കർത്താവ് നമുക്ക് ഉയരത്തിലുണ്ട്. ഞങ്ങളൊന്നും വലിയ ശ്രേഷ്ഠന്മാരൊന്നുമല്ല. പല്ലൂർ ചെമ്മന്തൂർ സഭയിലുള്ളവർ കർത്താവ് കൃപയാൽ ഞങ്ങളെ നിലനിർത്തി എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയുന്നില്ല. വളരെ ശ്രേഷ്ഠദാസന്മാർ ഇവിടെ പ്രവർത്തിച്ചു. അറിയപ്പെട്ട കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർ പ്രവർത്തിച്ചു. അവർ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അവരെ ഓർക്കുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയാറുണ്ട്. ചിലപ്പോൾ കണ്ണും നിറയാറുണ്ട്. അവരുടെ നല്ല കാഴ്ചകളെ പിൻപറ്റുന്നതിന് നല്ല മാതൃക കാണിച്ച് അവർ ഇന്ന് കടന്നുപോയി. അവർ നിത്യതയിൽ വിശ്രമിക്കുന്നു. എന്നാൽ ഒരു ശേഷിപ്പ് ഇവിടെ കഴിഞ്ഞ 93 വർഷമായിട്ട് കർത്താവ് കൃപയാൽ നിർത്തിയിരിക്കുന്നു. അതേ കൃപയാൽ തന്നെ ഞങ്ങളെ കർത്താവ് ത്തോളം നടത്തി. ഈ കൺവെൻഷനുകളൊന്നും മുടങ്ങാതെ കഴിഞ്ഞ 93 വർഷം ഇവിടെ നടത്തുന്നതിനുള്ള കൃപ നിന്നും കർത്താവിൻ്റെ വാമോഹത്വത്തിന് വേണ്ടി പ്രസ്താവിച്ചുകൊള്ളുന്നു. ഇങ്ങനെയുള്ള സൗകര്യവും കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നു. ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല, കർത്താവ് ഉയരത്തിൽ നിന്ന് തെർക്കൈ നീട്ടി ഞങ്ങൾ തന്നു അനുഗ്രഹിച്ചു. അത് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ദൈവം ഞങ്ങൾ കേൾക്കുന്ന കടന്നു വന്നിരിക്കുകയാണല്ലോ. കർത്താവിൻ്റെ വലിയൊരു നാമം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് വരുന്ന ആയുസ്സും കർത്താവും സമയവും ഇവിടെ നിന്ന് സുവിശേഷത്തിൻ്റെ ശബ്ദം മുടങ്ങിച്ചെല്ലണം. അതാണ് ഇച്ചിരി വലിയൊരു ഹോളായിട്ട് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ആദ്യമായിട്ട് ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. ഇപ്പോൾ നമ്മുടെ കൂടിയുടെ അനുഗ്രഹത്തിന് വേണ്ടി 2 കത്തുദാസന്മാർ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. സുവിശേഷൻ തങ്കച്ചൻ രാജസ്ഥാനിൽ താൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നമ്മുടെ രാജുവിൻ്റെ ബദറിലാണ്. താനും താല്പര്യത്തോടെ ഈ യോഗത്തിന് വന്നു ചേർന്നു. അദ്ദേഹത്തെ യോഗത്തിന് സ്തോത്രം. അടുത്തതായി കർത്തദാസൻ CC തോമസ്. അദ്ദേഹം കുറ്റിക്കോണം സഭയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്നു. ചെമ്മന്തൂർ സഭയ്ക്കും പല ശുശ്രൂഷയിലും സഹായിയായിട്ട് താൻ ഇരിക്കുന്നുണ്ട്. അതും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇപ്പോൾ 2 കത്തുദാസന്മാരുടെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനും പ്രത്യേകിച്ച് കത്തുദാസനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കരുണയുള്ള കർത്താവേ, എന്നുള്ള സമയത്തിനായി നിൽക്കുന്ന നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. സംഭവമായ ഈ ദിനത്തിൽ ഞങ്ങൾ നീ ഭദ്രമായി പരിപാലിച്ചു. ഈ വൈകവേളയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥാനത്തേക്ക് കടന്നുവന്ന് ഞങ്ങളുടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ നീ കൃപ ചെയ്തല്ലോ, അതോർത്തങ്ങെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾ നടക്കുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ ഒക്കെ നിന്റെ ദിനത്തിന് നീ കൃപകൾ കൊടുത്തതോർത്തങ്ങെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവെ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് ശ്രവിച്ച് ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുവാൻ, കർത്താവെ അതുമൂലം നിന്റെ നാമം മഹത്വപ്പെടുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. നിന്റെ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നിന്റെ വചനം കേൾപ്പിക്കുവാൻ നീ സഹായിക്കണം. നിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവെ നീ വിശേഷാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായിരിക്കുന്ന ശബ്ദം കേട്ട് ഞങ്ങൾ തൃപ്തരായി കർത്താവിനെ മഹത്വപ്പെടുത്താൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾ ധാരാളം ചൊരിയണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം കൂടെ തന്നോട് സ്തോത്രം. കർത്താവെ ഇന്ന് ഞങ്ങളുടെ മധ്യ അവിടുന്ന് എഴുന്നേൽക്കൊണ്ട് സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ ഞാൻ കൂടി വരുത്തുന്നിടത്ത് ഞാൻ അവരുടെ മധ്യ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ഇന്ന് കടന്നു വരുവാൻ നീ കൃപ ചെയ്തല്ലോ, അതോർത്തങ്ങയെ സ്തുതിക്കുന്നു. നീ ഞങ്ങളെ കൂട്ടിവരുത്തി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലിരിക്കുന്നു. ദൈവമാ കർത്താവെ,
ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ സഹായിച്ചാട്ടെ. കൂടെപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർക്കണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരെ കൂട്ടിവരുത്തണമേ. അങ്ങനെ നിന്റെ നാം മഹത്വപ്പെടുത്തിക്കാട്ടെ. സകലവും തിരുക്കരങ്ങൾ പരിമേൽപ്പിക്കുന്നു. ഇന്നത്തെ കൂടിയവർ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ നീ സഹായിക്കുകയും നിന്റെ കൃപകൾ ധാരാളം ചൊരിയുകയും ഇന്ന് സ്വർഗം പ്രസാദിക്കുന്ന ദിനമായിരിക്കാൻ അനേകർ കർത്താവിനെ അറിയുവാൻ അനേക ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ക്രിസ്ത്യ ജീവിതത്തിന് വ്യത്യാസം വരുത്തി കർത്താവിന്റെ ഹിതപ്രകാരം തന്നെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുവാൻ ഇന്നത്തെ രാത്രിയിലെ മീറ്റിംഗ് ഏറ്റവും അത് കാരണമായി തീരുവാൻ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുത്തിക്കാട്ടെ. എല്ലാറ്റിനാട് സ്തോത്രം. സകലം തിരുക്കരങ്ങൾ പരിമേൽപ്പിക്കുന്നു. സകലതും ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രിയപിതാവേ, കൃപ കേട്ട ഉത്തരം അരുളുമാറാക്കണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ എനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി തിരുമുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നോക്കിയ സാവകാശങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാലാകാലങ്ങളായിട്ട് അവിടെ ഞങ്ങളെ രക്ഷിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവമക്കളാക്കി തീർത്തുകൊണ്ട് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മഹായോഗത്തിന്റെ 4-ാം ദിവസത്തേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ, ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടുത്തെ വചനം ഐശ്വര്യമായി സംസാരിപ്പാൻ കർത്താവിൻ ദാസന്മാരെ അവിടുന്ന് ഒരുക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിലും ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ഞങ്ങളെനിക്ക് സ്തോത്രം ചെയ്യുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായി ഞങ്ങളെനിക്ക് സ്തുതിക്കുന്നു. കർത്താവേ, മനോഹരമായ പാട്ടുകൾ പാടുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് എടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് സ്തോത്രം. അവർ കൊടുത്ത കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, തുടർന്നും അവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം നിങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, കൂട്ടിക്കൊണ്ടുവന്ന ജനങ്ങളുടെ കരങ്ങൾ പരമേൽപ്പിക്കുന്ന കർത്താവെ, എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് സ്തോത്രം. ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ആവശ്യമനുസരിച്ച് സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയുന്നത് കൊണ്ട് ഞങ്ങളെനിക്ക് സ്തോത്രം ചെയ്തു. കർത്താവെ, കടന്നു വന്ന പ്രിയപ്പെട്ടവർ കർത്താവെ, കർത്താവിനെ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ കർത്താവെ, യഥാർത്ഥമായി ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടി സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിവസമാക്കി തീർക്കുവാൻ അവിടുന്ന് പ്രസാദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശ്വാസികൾ കർത്താവെ, അവരാത്മീയമായി ഉണരുവാൻ, വളരുവാൻ ഈ യോഗങ്ങളൊക്കെ കൊണ്ട് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ തന്നോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതാണല്ലോ കർത്താവെ. അത് ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നുകൊണ്ട് ഞങ്ങളേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഓർത്ത പോലെ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ ഒരു ദിവസം കൂടെ കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ സമയം കർത്താവെ, നിന്റെ വരവിന് വേണ്ടി കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. മുന്നുള്ള സമയത്തോട് അനുഗ്രഹിച്ചു നൽകണം. കർത്താവിന്റെ ദാസനോട് സഹായിക്കണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. സകല മാനവും മഹത്വം എടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ഇവിടെ പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് ഫ്രണ്ടിൽ സീറ്റുണ്ട്. ബാക്കിലിരിക്കുന്നവർ ഞെരുകേണ്ട ആവശ്യമില്ല. കുറച്ച് മുന്നോട്ട് കയറിയാൽ സൗകര്യമായിട്ടിരിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സഹോദരന്മാരുടെ ഭാഗത്തും വെളിയിലിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സീറ്റുണ്ട്. അത് ദയവായി ഓക്കുപൈ ചെയ്ത് ഫില്ല് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ നടക്കുന്ന ഇവിടുത്തെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാമല്ലോ. ബ്രദർ ന്യൂസ് ഇൻസ്റ്റൻ്റായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലെയും അനേക ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് പ്രത്യേകിച്ച് ഈ സഭയോട് ബന്ധപ്പെട്ടുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു സഹോദരൻ ടെലിഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ പുല്ലൂരായിരിക്കുന്ന പോലുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളെ സഹായിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ബ്രദർ ന്യൂസ് വ്യൂസ് ഇന്നും അവർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെ സേവനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിദേശത്തുള്ള ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാർക്ക് ഞങ്ങളുടെ വന്ദനം, പുനലൂർ ചെമ്മന്തൂർ സഭയുടെ വന്ദനം, സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളോട് ഒത്തുചേർന്ന് നിങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അവിടെ ഇവിടെയുമായിട്ട് ഭരിക്കുകയും നടത്തുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നാളെ ആരാധനയോഗമുണ്ട്. രാവിലെ 10 മുതൽ 11 വരെ ഇവിടെ വെച്ച് ആരാധനയും അതിനുശേഷം
സമാപന വചന ശുശ്രൂഷയുണ്ട്. 11:30 ശേഷം കർത്താസൻ എം സക്രിയ വളരെ വാർദ്ധക്യത്തിലായ കർത്താവിൻ്റെ ദാസനാണ്. ദീർഘനാളുകൾ അദ്ദേഹം ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം കൂടി വരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഓർത്ത് സഹായിക്കണം. കൂടാതെ നാളെ 2 സ്തോത്ര കാഴ്ചയുണ്ട്. ഒന്ന് KM ഫണ്ടിലേക്കുള്ളതാണ്, 2 സഭയുടെ ശുശ്രൂഷയാണ്. ഞങ്ങളൊരു സ്തോത്ര കാഴ്ച ഇവിടെ എടുക്കാറില്ല. 4 ദിവസം കൂടെ കടന്നു വന്നവർക്കറിയാം. മറ്റ് സ്ഥലത്ത് പല ശുശ്രൂഷയിലിപ്പോൾ ആദ്യം ചോർച്ചയായിട്ട് എടുക്കും, നല്ലൊരു കളക്ഷൻ എടുക്കും. ഞങ്ങൾ അതുകൊണ്ട് എടുക്കാറില്ല. നാളത്തെ ആരാധനയോഗം ആയതുകൊണ്ട് ഞങ്ങൾ ദൈവമക്കളിൽ നിന്ന് മാത്രമേ അത് സ്വീകരിക്കാനും താല്പര്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഈ 2 ഓഫറിങ്ങിന് വേണ്ടി എല്ലാവരും കരുതി വരണമെന്ന് കൂടി അറിയിച്ചുകൊള്ളുന്നു. കർത്തദാസൻ ജോൺ കുര്യനാണ് വചനം ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം പ്രത്യേകം അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹം വെളിയിലാണ് കൂടുതൽ ശുശ്രൂഷ. ഓസ്ട്രേലിയ, അമേരിക്ക, പല സ്ഥലങ്ങളിലൊക്കെയും കർത്താവ് വളരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസനാണ്. ചുരുക്കം ചില വർഷമായി അദ്ദേഹം ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ട് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഒരു വാക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ നന്ദി കൊണ്ട് ഹൃദയം നിറയുന്നുണ്ട്. തൻ്റെ പിതാവ് KG കുര്യച്ചൻ ശുശ്രൂഷിച്ച ഒരു സഭയാണ് പുനലൂർ ചെമ്മന്തൂർ സഭ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കാലത്ത് ഇവിടെ മറ്റ് കൺവെൻഷനൊന്നുമില്ലായിരുന്നു. ഒരു വിഭാഗക്കാരുടെയും കൺവെൻഷൻ ഇല്ലായിരുന്നു. 90 വർഷങ്ങൾക്ക് മുമ്പ് പുനലൂർ ചന്തയിൽ അന്ന് പന്തൽ ഒരുക്കി അവിടെയാണ് കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. അന്ന് മിക്കവാറും എല്ലാ വർഷവും ക്ഷണിക്കപ്പെടുന്ന കർത്തദാസന്മാരിൽ ഒന്ന് KG കുര്യച്ചനായിരുന്നു, സൈലസ് ഫോക്സ് ആയിരുന്നു, EP വർഗീസ് ആയിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള ശുശ്രൂഷകളും. KG കുര്യച്ചൻ അന്ന് ചെറുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ വചനം ഘോഷിച്ചത് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ പലപ്പോഴും ഓർക്കാറുണ്ട്. വളരെ അഗാധമായുള്ള ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് വലിയൊരു ലൈബ്രറി തന്നെയുണ്ട്. ജോണിനും കാണുമായിരിക്കും ലൈബ്രറി. തൻ്റെ ആ വിജ്ഞാനകോശം എന്ന് പറഞ്ഞതിൻ്റെ ചിന്തകൾ ഞാൻ ഒരു പ്രസംഗം പ്രത്യേകിച്ച് ഞാനൊരു ബാലനാണെങ്കിൽ അത്രയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. യേശുവിൻ്റെ കന്യകാജനനം, വെർജിൻ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് സാധാരണ ആരും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ്. യേശു മനുഷ്യനാണെന്ന് പറയുന്നവരുണ്ട്, അവൻ ദൈവമാണെന്നും കന്യകയിൽ ജനിച്ചു എന്നുള്ള കാര്യം വളരെ സരസമായി അർത്ഥഗാംഭീര്യമായി ആ പന്തൽ അദ്ദേഹം പ്രസംഗിച്ചു. എന്ന് താനൊരു ഹാഫ് കൈ ഷർട്ട്, വെള്ള ഷർട്ടാണ് ഇടുന്നത്. ഒരു നേരിതിങ്ങനെ തോളിലിങ്ങനെ ഇടും. പഴയ അന്ന് ഇതുപോലെ ബ്രോഡ്കാസ്റ്റിങ്ങോ അല്ലെങ്കിൽ മൈക്കോ ഒന്നുമില്ല. പിന്നെ ഏറ്റുപറയുന്നതിന് ഒരാളൊരു ഉപദേശി കൂടെ ഉണ്ടായിരിക്കും. ഏറ്റുപറയുന്ന ഉപദേശി എന്നാണ് പറയുന്നത്. സുവിശേഷന്മാർ പ്രസംഗിക്കും, ഇവർ ഏറ്റുപറയും. ആ ആദ്യകാലങ്ങളെ ഓർക്കുന്നുണ്ടോ? കുര്യച്ചൻ വളരെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനായിരുന്നു. അദ്ദേഹം കുവൈറ്റിലും വന്ന് ഞാൻ കുവൈറ്റിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പിൻതലറ വീണ്ടും നമ്മുടെ സഭയിൽ കടന്നു വരുന്നതിനും നമ്മെ ശുശ്രൂഷിക്കുന്നതിനും കർത്താവ് സന്ദർഭം നൽകിയത് നന്ദിയോടുകൂടി ഓർക്കുന്നു. മാത്രമല്ല, ചർച്ച് പ്ലാന്റിങ്ങിലും എൻ്റെ മകൾ മണിപ്പാലിൽ പഠിക്കുമ്പോൾ ഒരു മിനിറ്റ് പറഞ്ഞുകൊള്ളട്ടെ. അന്നൊരു സഭയുടെ പ്രാരംഭ സഭയാണ് മണിപ്പാലിൽ. മകൾ അവിടെ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. അവർ കുഞ്ഞുങ്ങളെ ഒന്ന് ഉറപ്പിക്കുന്നതിനും മറ്റൊക്കെ താൻ കൂടെ അവിടെ ചെല്ലുമായിരുന്നു. മണിപ്പാലിൽ ഒരു സഭ രൂപീകരിക്കുന്നതിനും താൻ വളരെ സഹായിച്ചിട്ടുണ്ട്. മണിപ്പാലിൽ എന്നൊരു സഭയോടുണ്ട്. അങ്ങനെ ചർച്ച് പ്ലാന്റിങ് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തദാസൻ ജോൺ കുര്യനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തെ തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിൻ്റെ ശബ്ദം കൂടി നമുക്ക് കേട്ട് തൃപ്തി പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നതിന് കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ശുശ്രൂഷയ്ക്ക് കർത്തദാസനെ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷം ഇവിടെ നടക്കുന്ന ഈ മഹായോഗത്തിൽ വന്ന് ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവം അവസരം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതിനായിട്ട് ക്ഷണിച്ച ഈ സ്ഥലം സഭയോടുള്ള നന്ദി പ്രാരംഭമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.
വളരെ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാർ, അവരുടെ പേരുകളൊക്കെ നിങ്ങളിപ്പോൾ കേട്ടല്ലോ, ശുശ്രൂഷിച്ചിട്ടുള്ള ഒരിടമാണിത്. അങ്ങനെയുള്ള സ്ഥാനത്ത് ഞങ്ങളെപ്പോലെയുള്ളവർക്കും നിൽക്കുവാൻ ദൈവം അവസരം തന്നു എന്നുള്ളത് നന്ദിയോടും വിനയത്തോടും കൂടി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനം പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം എന്ന് വിചാരിക്കുകയാണ്. ദാവീദ് എഴുതിയ 51 സങ്കീർത്തനമാണ് ഇന്ന് രാത്രി ചിന്തയ്ക്കായിട്ട് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 51 സങ്കീർത്തനം, സാം 51. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും, പാപികൾ നിങ്കലേക്ക് മനം തിരിയും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ തന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. കർത്താവെ, എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എന്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരുശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവവചനത്തിന്റെ പാരായണത്തെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അത് എഴുതാനുണ്ടായ സാഹചര്യവും കാരണവും അതിന്റെ മുകളിൽ തന്നെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്ന് ആ സങ്കീർത്തനത്തിന് തലവാചകത്തിൽ കൊടുത്തിട്ടുണ്ട്. ദാവീദ് രാജാവ് തന്റെ വിശ്വസ്ത ഭൃത്യനായിരുന്ന ഊരിയാവിന്റെ ഭാര്യയെ മോഹിക്കുകയും അവളെ സ്വന്തം ഭാര്യയായിട്ട് എടുക്കുകയും അതുമാത്രമല്ല ഊരിയാവിനെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം വേദപുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആ സംഭവത്തിൽ ഊരിയാവ് മാത്രമല്ല കൊല്ലപ്പെട്ടത്. നാം സാധാരണ ഊരിയാവ് മരിച്ച കാര്യമേ പറയാറുള്ളൂ. എന്നാൽ നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയാൽ ഊരിയാവിനെ കൊല്ലാനുള്ള പരിശ്രമത്തിൽ വേറെ പലര് കൊല്ലപ്പെട്ടു. അങ്ങനെ അനേകരുടെ കൊലപാതകത്തിന് ദാവീദ് ഉത്തരവാദിയായി തീർന്നു. ഊരിയാവിന്റെ ഭാര്യ ബത്ശേബ മാത്രമല്ല അന്ന് ആ സംഭവത്തിൽ വിലപിച്ചത്. കൊല്ലപ്പെട്ട മറ്റു പടയാളികളുടെ വീടുകളിലും അന്ന് വലിയ വിലാപം ഉണ്ടായി കാണുമെന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ മരണശിക്ഷ, ന്യായപ്രമാണപ്രകാരം മരണശിക്ഷ അർഹിക്കുന്ന കൊലപാതകവും വ്യഭിചാരവും, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇരട്ട മരണശിക്ഷ അർഹിക്കുന്ന പാപങ്ങൾ, കൊലപാതകം മരണശിക്ഷ അർഹിക്കുന്നതാണെന്ന് ന്യായപ്രമാണത്തിലുണ്ട്, വ്യഭിചാരവും മരണശിക്ഷ അർഹിക്കുന്നതാണെന്ന് ന്യായപ്രമാണത്തിലുണ്ട്. അങ്ങനെ ടു ഡെത്ത് സെന്റൻസസ്, 2 മരണശിക്ഷയ്ക്ക് യോഗ്യനായ ദാവീദിന്റെ അടുക്കൽ ദൈവം തന്റെ പ്രവാചകനായ നാഥാനെ അയക്കുകയും ദാവീദിന്റെ പാപത്തെക്കുറിച്ച് അവന് ബോധം വരുത്തുകയും ചെയ്തു.
അങ്ങനെ പാപത്തെക്കുറിച്ച് ബോധം വന്ന ദാവീദ് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ഓടി വന്ന് കിടന്ന് നെടുമ്പാട വീണ് നിലവിളിച്ച അനുതാപത്തിന്റെ ഒരു പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനം എന്ന് പറയുന്നത്. അനുതാപത്തിന്റെ സങ്കീർത്തനം. ഇതുപോലെ അനുതാപത്തോടുകൂടിയ മറ്റൊരു വേദഭാഗം അല്ലെങ്കിൽ ഒരു സങ്കീർത്തനം വേദപുസ്തകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത്രയും ആഴമേറിയ അനുതാപത്തോടെ ഹൃദയ തകർച്ചയോടുകൂടെ ദൈവത്തോട് ദീർഘമായി ഈ നിലയിൽ നിലവിളിച്ച മറ്റൊരു മനുഷ്യനെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സങ്കീർത്തനം നമുക്ക് പരിചയമുണ്ട്. ഇന്ന് രാത്രി നാം അത് വായിച്ചു കേൾക്കുകയും ചെയ്തു. അനേക കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് പറയാനായിട്ടുണ്ട്. നമുക്കുള്ള 1 മണിക്കൂർ സമയം കൊണ്ട് അതെല്ലാം പറയാൻ സാധിക്കുകയില്ല. പല മണിക്കൂറുകൾ പറയാനുള്ള കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് സാധിക്കുന്നത്ര കാര്യങ്ങൾ നമുക്കുള്ള സമയം കൊണ്ട് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രയോജനം വരുന്ന നിലയിൽ പ്രസംഗിക്കുന്ന എനിക്കും കേൾവിക്കാരായ നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനകരമായ അല്ലെങ്കിൽ നാം എല്ലാവരും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ ഉള്ളത്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ആവശ്യമുള്ള സത്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട്. ദൈവം സഹായിക്കുന്നതനുസരിച്ച് അതിലെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം, പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുക. ആദ്യമായിട്ട് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ വരേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു പാപിയുടെ ശരണസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു പാപിക്ക് അഭയം ലഭിക്കുന്നത്, ഒരു പാപിക്ക് പാപമോചനം ലഭിക്കുന്നത്, ഒരു പാപിക്ക് അഭയസ്ഥാനമായി ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ഏക സ്ഥാനം ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്. ദൈവസന്നിധിയിൽ നേരിട്ട് ചെല്ലുക എന്നുള്ളതല്ലാതെ ഒരു പാപിയുടെ പാപത്തിന്റെ മോചനത്തിനായി വേറെ യാതൊരിടവും, യാതൊരു വ്യക്തിയും, യാതൊരു സ്ഥലവും, യാതൊരു പ്രസ്ഥാനവും ഇല്ല. ഈ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, നാം ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ ഒരു കാര്യം ഇതാണ്: ഒരു പാപിയുടെ അഭയസ്ഥാനം ദൈവത്തിന്റെ സന്നിധിയാണ്. ഗോഡ്സ് പ്രസൻസ് ഈസ് ദി ഓൺലി പ്ലേസ് ഓഫ് റെഫ്യൂജ് ഫോർ എ സിന്നർ. ഒരു പാപിയുടെ അഭയസ്ഥാനം ദൈവസന്നിധി മാത്രമാണ്. പാപം ചെയ്ത ഒരാള് ദൈവസന്നിധിയിലാണ് അതിന്റെ പരിഹാരത്തിന് വേണ്ടി വരേണ്ടത്. ഏതെങ്കിലും മനുഷ്യന്റെ അടുത്തോ, ഏതെങ്കിലും സഭയിലോ, ഏതെങ്കിലും പള്ളിയിലോ, ഏതെങ്കിലും അമ്പലത്തിലോ, മറ്റേതൊരിടത്ത് പോയാലും പാപങ്ങളുടെ മോചനം സാധിക്കുകയില്ല. പാപങ്ങളുടെ മോചനം ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന് ചില കാരണങ്ങൾ ഞാൻ ഇവിടുന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം അതിന്റെ 4-ാമത്തെ വാക്യത്തിലുണ്ട്: നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു. ഞാൻ പാപം ചെയ്തത് നിനക്ക് എതിരെയാണ്, അല്ലെങ്കിൽ നിനക്ക് വിരോധമായിട്ടാണ്. അതുകൊണ്ടാണ് പാപമോചനത്തിനായി ദൈവസന്നിധിയിൽ തന്നെ ചെല്ലേണ്ടത്. നമുക്കറിയാം, ഈ സംഭവത്തിൽ 51-ാം സങ്കീർത്തനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഈ സംഭവത്തിൽ കേവലം ദൈവത്തിനെതിരെ മാത്രമല്ല പാപം ചെയ്യപ്പെട്ടത്. ബേത്ശേബയ്ക്കെതിരെ പാപം ചെയ്യപ്പെട്ടു. മാത്രമല്ല, ദാവീദിന്റെ വിശ്വസ്ത സേനാനിയായ ഊരിയാവിനെതിരെ പാപം ചെയ്തു. ദാവീദ് തന്റെ സ്വന്തം കുടുംബത്തിനെതിരെ പാപം ചെയ്തു. ദാവീദ് തന്റെ ജനത്തിനെതിരെ പാപം ചെയ്തു. അനേക ആളുകൾക്കെതിരെ ദാവീദ് പാപം ചെയ്തിരിക്കുകയാണ്. അനേക കുടുംബങ്ങൾക്കെതിരെ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, തന്റെ വാളാൽ കൊല്ലപ്പെടുവാനിടയായ ഊരിയാവ് ഉൾപ്പെടെ അനേക കുടുംബങ്ങൾക്കെതിരെ താൻ പാപം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ താൻ വരുമ്പോൾ താൻ പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു.
ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയാൽ against thee and thee only have I sinned and done this evil in thy sight. ഞാൻ നിനക്കെതിരായി തന്നെ ഈ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നാം ഈ ലോകത്തിൽ ചെയ്യുന്ന ഏത് പാപവും അതിന്റെ വിക്ടിംസ്, അതിന്റെ ഇരകൾ ആരായിരുന്നാലും, ചിലപ്പോൾ നമ്മുടെ അയൽക്കാരായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം, ചിലപ്പോൾ ശത്രുക്കളായിരിക്കാം, നാം ആർക്കെതിരെ പാപം ചെയ്തുവോ അതിന്റെ ഇരകൾ ആരായിരുന്നാലും നാം ചെയ്യുന്ന എല്ലാ പാപവും ദൈവത്തിന് വിരോധമായിട്ടാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ ചെയ്യപ്പെടുന്ന സകല പാപങ്ങളും ദൈവത്തിന്റെ ധാർമ്മിക പ്രമാണങ്ങളുടെ ലംഘനമാണ്. അത് അടുത്ത വാക്യം പറയുന്ന വാചകം പറയുന്നത്, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദാവീദ് ചെയ്ത ഈ കാര്യം ദൈവത്തിന് അനിഷ്ടകരമാണ്. ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ശമൂവേൽ 11 അധ്യായത്തിലാണ്. അവിടെ ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ച ശേഷം 11 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാചകം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. ഈ സംഭവം മുഴുവൻ വിവരിച്ചിട്ട് അതിന്റെ ഒടുവിലത്തെ വാചകം, എന്നാൽ ദാവീദ് ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ചെയ്യപ്പെടുന്ന ഏത് പാപവും ദൈവത്തിന് വിരോധമായിട്ടാണ് ചെയ്യപ്പെടുന്നത്. അത് ദൈവത്തിന് അനിഷ്ടകരമാണ്. അത് ഭാര്യയ്ക്കെതിരെ ചെയ്താലും, ഭർത്താവിനെതിരെ ചെയ്താലും, അയൽക്കാരനെതിരെ ചെയ്താലും, കൂട്ടുകാരനെതിരെ ചെയ്താലും, ഗവൺമെന്റിനെതിരെ ചെയ്താലും, അല്ല തനിക്ക് തന്നെ എതിരെ ചെയ്താലും, ഈ ഭൂമിയിൽ ചെയ്യപ്പെടുന്ന ഏത് പാപവും പ്രൈമർലി ഒന്നാമത് ദൈവത്തിന് വിരോധമായി ചെയ്യപ്പെടുന്ന പാപമാണ്. അതുകൊണ്ടാണ് പാപമോചനത്തിനായി ദൈവസന്നിധിയിൽ തന്നെ വരണം എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പാപം ചെയ്തത് എന്റെ അയൽക്കാരനെതിരെ മാത്രമായിരുന്നെങ്കിൽ ആ പാപമോചനത്തിന് അയൽക്കാരനോട് ക്ഷമ ചോദിച്ചാൽ മതിയായിരുന്നു, അത് തീരുമായിരുന്നു. എന്നാൽ അയൽക്കാരനോട് ചെയ്ത പാപത്തിനും അയൽക്കാരനോട് മാത്രം ക്ഷമ ചോദിച്ചാൽ പോരാ. കാരണം